ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കുന്നത് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ആണ്. പാർട്ട് 2 ആണ്. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് ഇങ്ങോട്ട് വരിക, എന്നാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൽ നമ്മൾ ബേസിക് ഫോം ആയിരുന്നു ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഇവിടെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സാംസിനൊക്കെ വരുന്ന രീതിയിലുള്ള ഇതാണ് പറയുന്നത്. ഓക്കെ, പാർട്ട് 1 മെയിനായിട്ടുള്ള 2 ടേബിൾ ഞാൻ ഈ സ്ലൈഡിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിംഗുലർ വരുമ്പം സിംഗുലർ വേർബായിരിക്കും, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വേർബായിരിക്കും. അതായത് നമ്മൾ വേർബിൻ്റെ കൂടെ എസ് ഇട്ട് കൊടുക്കും. ഇനി പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ എന്താവും? സബ്ജക്റ്റിന് എസ് ഉണ്ടാവും, അതുകൊണ്ട് വേർബിന് എസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ പ്ലൂറൽ ആകുമ്പോൾ പ്ലൂറൽ ഫോം ഓഫ് ദി വേർബ്, സിംഗുലർ ആണെങ്കിൽ സിംഗുലർ ഫോം ഓഫ് ദി വേർബ്. ഐ ആൻഡ് യു വരുമ്പം പ്ലൂറൽ വേർബായിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ബി ഫോം ഓഫ് ദി വേർബ്, അതായത് ആം, ഈസ്, ആർ, വാസ്, വെയർ വരുമ്പം പ്രസൻറ്റിലും പാസ്റ്റിലും എങ്ങനെയാണ് മാറ്റങ്ങൾ വരിക എന്നുള്ളതാണ് മറ്റേ ടേബിളിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, പ്രിപ്പോസിഷണൽ ഫ്രേസസ്, അതായത് എക്സാമ്പിൾ നോക്കിക്കോ. എ ബൊക്കെ ഓഫ് യെല്ലോ റോസസ് ലെൻഡ് കളർ ആൻഡ് ഫ്രാഗ്രൻസ് ടു ദ റൂം. ഇവിടെ ഇങ്ങനെ ഒരു സെൻറ്റൻസ് തന്നാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോവും. ഇവിടെ ബൊക്കെയാണോ സബ്ജക്റ്റ് അല്ലെങ്കിൽ റോസസ് ആണോ സബ്ജക്റ്റ് എന്നുള്ളത് കൺഫ്യൂഷനായി പോവും. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അതായത് ഇവിടെ പറയുന്നത് ഈ ബൊക്കെ ഓഫ് യെല്ലോ റോസസ് ആണ്. അതായത് നമ്മൾ ആ ബൊക്കേനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അല്ലേ? ആ ബൊക്കേനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതല്ലേ യെല്ലോ റോസസ്. അപ്പോൾ ബൊക്കേനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ബൊക്കെ എന്ന് പറയുന്നത് എന്താ? സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് എന്താ? സിംഗുലറാണ്. സിംഗുലർ ഒറ്റ ബൊക്കേനെ കുറിച്ചേ പറയുന്നുള്ളൂ. എ ബൊക്കെ എന്ന് പറയുമ്പോൾ സിംഗുലർ സബ്ജക്റ്റ്. ഓക്കെ, പിന്നെ ഓഫ് യെല്ലോ റോസസ്, ഇവിടെ ഓഫ് എന്നുള്ള വേർഡാണ് പ്രിപ്പോസിഷൻ എന്ന് പറയാം. യെല്ലോ റോസസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റാണ്. അപ്പോൾ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്ന് പറയില്ലേ, അപ്പം ഇവിടുത്തെ ഒബ്ജക്റ്റാണ് യെല്ലോ റോസസ്. ഓഫ് എന്നുള്ളത് പ്രിപ്പോസിഷനാണ്. അപ്പോൾ ഈ പ്രിപ്പോസിഷനും ഒബ്ജക്റ്റും കൂടിയിട്ട് പറയുന്ന പേരാണ് പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന്. ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. പ്രിപ്പോസിഷനും ഒബ്ജക്റ്റും കൂടിയിട്ടുള്ളതാണ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഇനി ലെൻസ് ആണോ ലെൻഡ് ആണോ? ഇവിടെ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് ബൊക്കെയാണ്. ബൊക്കെ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ മുന്നത്തെ റൂൾ എന്താ പഠിച്ചത്? സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബായിരിക്കും. അപ്പോൾ ഇവിടെ ലെൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എക്സാമ്പിൾ നോക്കിക്കോളൂ. ദ ബോക്സ് ഓഫ് ചോക്ലേറ്റ്സ് ഈസ് ഓർ ആർ ഫോർ സാം. അതായത് ഇവിടെ ബോക്സ് ഓഫ് ചോക്ലേറ്റ്സ് ആണ്. അതായത് നമ്മൾ ആ ബോക്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ബോക്സ് സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ വേർബായിരിക്കും. അപ്പോൾ ഈസ് എടുക്കും. ഓക്കെ, ബോക്സ് ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത് ബോക്സിൻ്റെ ഉള്ളിലാണ്, അല്ലേ? അപ്പം നമ്മൾ ഒരു സാധനം കാണുമ്പം ആ ബോക്സ് മാത്രമല്ലേ കാണുള്ളൂ, ആ ബോക്സിൻ്റെ ഉള്ളിലുള്ള സാധനം കാണുന്നില്ല. അപ്പോൾ ആ ബോക്സ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് സിംഗുലർ ഫോം ഓഫ് ദി വേർബ് നമ്മൾ യൂസ് ചെയ്യുന്നു. എ വാലറ്റ് വിത്ത് 5 ക്രെഡിറ്റ് കാർഡ്സ് വാസ് ഓർ വെയർ ഫൗണ്ട് ലൈയിങ് ഇൻ ദ ഗ്രാസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ ഏതാ സബ്ജക്റ്റ്? ഇവിടെ സബ്ജക്റ്റ് വരുന്നത് വാലറ്റാണ്. വിത്ത് 5 ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറയുന്നത് ആ വാലറ്റിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് പ്രിപ്പോസിഷനാണ്, പ്രിപ്പോസിഷണൽ ഫ്രേസാണ്. ഓക്കെ, ഓഫ് വിത്ത് ഒക്കെ പ്രിപ്പോസിഷൻസ് ആണ്. അപ്പം അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രിപ്പോസിഷണൽ ഫ്രേസസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വാലറ്റ് എന്ന് പറയുമ്പം സിംഗിളാണ്, അപ്പോൾ നമ്മൾ വാസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നോക്കിക്കോ. സം സ്റ്റുഡൻസ് ഇൻ മൈ ക്ലാസ് സ്പീക്സ് സ്പാനിഷ് ആസ് ദർ ഫസ്റ്റ് ലാംഗ്വേജ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി നോക്ക് ഏതാണ് വരിക എന്നുള്ളത്. ഇവിടെ സ്റ്റുഡൻസ് ആണ്, അല്ലേ? പ്ലൂറൽ ഫോം ഓഫ് ദി വേർബ്. അപ്പോൾ നമുക്ക് സ്പീക്ക് ആയിരിക്കും പ്ലൂറൽ വേർബായിട്ട് വരിക. പിന്നെ സ്മോൾ ബിസിനസ് ഓണേഴ്സ് ത്രൂ ഔട്ട് ദി സ്റ്റേറ്റ് ഹാവ് ഓർ ഹാസ് വോയിസ്ഡ് ദെയർ ഡിസ്പ്ലഷർ വിത്ത് ദ ഗവൺമെൻറ്റ്സ് ന്യൂ ടാക്സ് പ്രപ്പോസൽ. ഇത് നിങ്ങൾ തന്നെ ചെയ്തു നോക്ക്. ഇവിടെ ബിസിനസ് ഓണേഴ്സ് ആയതുകൊണ്ട് ഓണേഴ്സ് എന്ന് പറയുമ്പം പ്ലൂറൽ ഫോമാണ്. അപ്പോൾ നമ്മൾ ഹാവ് ആയിരിക്കും യൂസ് ചെയ്യുക.
ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ പ്രിപ്പോസിഷൻസ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത് ഓഫ്, ഇൻ, ഓൺ, അറ്റ്, ബൈ, വിത്ത്, ടു, ഫോർ, ഫ്രം, about, between, below, before, after, ഇങ്ങനത്തെ വേർഡ്സ് വരികയാണെങ്കിൽ ഇതൊക്കെ പ്രിപ്പോസിഷൻസ് ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് പ്രിപ്പോസിഷണൽ ഫ്രേസസ് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനിയാണ് റിലേറ്റീവ് ക്ലോസസ്. ഓക്കെ, റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുമ്പം അതിന് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കിക്കോ. ദ വിൻറ്റേജ് വാച്ച്, which I received as a wedding gift from my grandparents is or am one of my most prized possessions. അതായത് എൻ്റെ കല്യാണത്തിന് കിട്ടിയ, അതായത് എൻ്റെ ഗ്രാൻഡ് പാരൻസ് കല്യാണത്തിന് വേണ്ടി ഗിഫ്റ്റ് തന്ന ഒരു വിൻറ്റേജ് വാച്ച്. വിൻറ്റേജ് എന്ന് പറയുമ്പോൾ പഴയകാല ഒരു വാച്ച്, നല്ല ക്വാളിറ്റിയുള്ള വാച്ച്. അത് ഇപ്പോഴും എൻ്റെ നല്ല ഒരു മോസ്റ്റ് പ്രൈസ്ഡ് പൊസിഷനാണ്. അപ്പോൾ ഇവിടെ വിൻറ്റേജ് വാച്ചിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വാച്ച് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റാണ്. ബാക്കി വിച്ച് ഐ റിസീവ്ഡ് ആസ് എ വെഡിങ് ഗിഫ്റ്റ് ഫ്രം മൈ ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുന്നത് റിലേറ്റീവ് ക്ലോസ് ആണ്. ആ വാച്ചിനെ കുറിച്ച് പറയുന്ന കാര്യമാണ് അത്. ഓക്കെ, അപ്പോൾ ഇവിടെ വാച്ച് സബ്ജക്റ്റാണ്. വാച്ച് സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ സിംഗുലർ വെർബായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഈസ് ആയിരിക്കും ഇവിടെ സിംഗുലർ വെർബായിട്ട് വരുന്നത്. പിന്നെ ഈസ് ഓർ ആറാണ് ആംന്നായി പോയി ഇട്ടത് കേട്ടോ. ഈസ് ഓർ ആറാണ്. ഇപ്പോൾ വിൻറ്റേജ് വാച്ച് വരുമ്പം ഈസ് ആയിരിക്കും, സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് സിംഗുലർ വെർബായിരിക്കും. ഇനി ദ ആർക്കിടെക്റ്റ് ഹു ഡിസൈൻഡ് സം ഓഫ് ദി സിറ്റീസ് ബിഗ്ഗസ്റ്റ് സ്കൈ സ്ക്രേപ്പേഴ്സ് lives in a modest 2-bedroom apartment downtown. ഇവിടെ ആർക്കിടെക്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. ബാക്കി ഹൂ ഡിസൈൻഡ് എന്ന് പറയുന്നത് ആ ആർക്കിടെക്റ്റിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആർക്കിടെക്റ്റാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് സിംഗുലർ വെർബായിരിക്കും. അപ്പം ലിവ്സ് ആയിരിക്കും ആൻസർ വരിക. ഇനി ദ ഓൺലി ബുക്സ് ദാറ്റ് ഐ ആക്ച്വലി എൻജോയ്ഡ് വെൻ ഐ വാസ് എ കിഡ് വാസ് ഓർ വെയർ സൂപ്പർ ഹീറോ കോമിക്സ്. ഇവിടെ നമ്മൾ ബുക്സിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒൺലി ബുക്സ്. ഞാൻ കുഞ്ഞിതായിരുന്നപ്പം, കിഡായിരുന്നപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ബുക്സ് ആയിരുന്നു സൂപ്പർ ഹീറോ കോമിക്സ്. അപ്പോൾ ഇവിടെ ബുക്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ബുക്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ഫോം ഓഫ് ദി വെർബാണ് അല്ലേ. പ്ലൂറൽ ഫോം ഓഫ് ദി സബ്ജക്റ്റാണ് ബുക്സ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഏതാ വരിക? വേർ ആയിരിക്കും ആൻസർ വരിക. ഇവിടെ ആക്ച്വലി 2 റിലേറ്റീവ് ക്ലോസ് ഉണ്ട്. ദാറ്റ് ഐ ആക്ച്വലി എൻജോയ്ഡ് എന്ന് പറയുന്ന ഒരു റിലേറ്റീവ് ക്ലോസും വെൻ ഐ വാസ് എ കിഡ് എന്ന് പറയുന്നത് വേറൊരു റിലേറ്റീവ് ക്ലോസുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബുക്സിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് ബുക്സ് പ്ലൂറലാണ്. അപ്പോൾ വേറെ ആയിരിക്കും യൂസ് ചെയ്യുക. ഹൂ, വിച്ച്, ദാറ്റ്, വേർ, വെൻ ഇതൊക്കെ ആയിരിക്കും നമുക്ക് റിലേറ്റീവ് ക്ലോസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള വേർഡ്സ്, കീവേഡ്സ്. ഇനി വേറെ റൂൾസാണ്. അതായത് ഓർ, ഈദർ ഓർ നെയ്തർ നോർ എന്നുള്ള വേർഡ്സ് വരികയാണെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് നോക്കുക. അതായത് മൈ ആൻഡ്, എക്സാമ്പിൾ നോക്കുക. മൈ ആൻഡ് ഓർ മൈ അങ്കിൾ ഈസ് അറൈവിങ് ബൈ ട്രെയിൻ ടുഡേ. ഒന്നല്ലെങ്കിൽ ആൻറ്റി അല്ലെങ്കിൽ അങ്കിള്, ഏതെങ്കിലും ഒരാളാണ് അല്ലേ. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ സിംഗുലർ ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും യൂസ് ചെയ്യുക. നെയ്തർ നോർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഏതർ ഓർ എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും സിംഗുലർ സബ്ജക്ട്സ് ആയിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 സിംഗുലർ സബ്ജക്ട്സ് കണക്ട് ചെയ്യാണ് ഈ ഓർ, ഏതർ ഓർ നെയ്തർ നോർ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ സിംഗുലർ വെർബായിരിക്കും യൂസ് ചെയ്യുക. ഇനി വേർബാണ്, സബ്ജക്റ്റ് അല്ല. വേർബ് ഓർ, ഏതർ ഓർ നെയ്തർ നോർ വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള നൗൺ അല്ലെങ്കിൽ പ്രോനൗണിനെ നോക്കിയിട്ട് വേണം ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ചായിരുന്നു പറഞ്ഞ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈ ഓർ ഏതർ ഓർ നെയ്തർ നോർ വരുമ്പോൾ സിംഗുലർ ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ കേസിൽ, അതായത് നമ്മൾ
എക്സാമ്പിൾ നോക്കിക്കോ. നെയ്തർ ദ പ്ലേറ്റ്സ് നോർ ദ സെർവിങ് ബൗൾ ഗോസ് ഓൺ ദാറ്റ് ഷെൽഫ്. അതായത് ഇവിടെ വേർബ് ഏതാ? ഗോസ് ആണ് അല്ലേ. ഈ ഗോസ് എന്ന് വരുന്നത് നമുക്ക് ബ്ലാങ്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണെങ്കിൽ ബ്ലാങ്ക് എവിടെയാണ് തന്നിട്ടില്ലേന്ന് നോക്കുക. അതായത് വേർബ് എവിടെയാണ് തന്നിട്ടുള്ളതെന്ന് നോക്കുക. നോക്കിക്കോ. നെയ്തർ ദ പ്ലേറ്റ്സ് നോർ ദ സെർവിങ് ബോൾ പിന്നെ എന്നിട്ട് ഡോട്ട് ഓൺ ദാറ്റ് ഷെൽഫ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഗോ ആണോ ഗോസ് ആണോ യൂസ് ചെയ്യേണ്ടത് നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ബ്ലാങ്കിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ളത് ഏതാ? ബൗളാണ്. ബൗൾ എന്ന് പറയുന്നത് ഏതാ? സിംഗുലറാണ്. അപ്പോൾ സിംഗുലർ വരുമ്പോൾ നമ്മൾ സിംഗുലർ ഫോം ഓഫ് ദി വേർബ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പം ഗോസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിക്കോ. നെയ്തർ ദ സെർവിങ് ബൗൾ നോർ ദ പ്ലേറ്റ്സ് ബ്ലാങ്ക് ഓൺ ദാറ്റ് ഷെൽഫ്. ആ ബ്ലാങ്കിൽ സ്പേസിൽ ഗോ എന്നുള്ളതാണോ ഗോസ് എന്നുള്ളതാണോ നോക്കുക. അതായത് സ്പേസിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ളത് ഏതാ? പ്ലേറ്റ്സ് ആണ്. പ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ഫോമാണ്. അതുകൊണ്ട് നമ്മൾ പ്ലൂറൽ ഫോം ഓഫ് ദി വേർബ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പം നമുക്ക് ആ സ്പേസ് അല്ലെങ്കിൽ ബ്ലാങ്ക് തരികയാണെങ്കിൽ തൊട്ട് ഫ്രണ്ടിലുള്ള നൗണിൻ്റെ പ്ലൂറൽ ആണോ സിംഗുലർ ആണോ നോക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വേർബ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, മാറിപ്പോവരുത്. ഈ മേലത്തെ രണ്ടും മാറിപ്പോവരുത്. ബ്ലാങ്കിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള നൗൺ ഏതാന്ന് നോക്കുക. പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ യൂസ് ചെയ്യുക, സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വേർബ് യൂസ് ചെയ്യുക. ഇനി ചില നമ്മുടെ സബ്ജക്ട്സ് വേർബുമായിട്ട് അലോങ് വിത്ത് ആസ് വെൽ ആസ് ബിസൈഡ്സ് നോട്ട് എന്നുള്ള വേർഡ്സ് വെച്ച് സെപ്പറേറ്റ് ചെയ്യും. അതായത് വേർബിൻ്റെയും സബ്ജക്റ്റിൻ്റെയും നടുവിൽ അലോങ് വിത്ത് വരും, അല്ലെങ്കിൽ ആസ് വെൽ ആസ്, അല്ലെങ്കിൽ ബിസൈഡ്സ് നോട്ട്, അങ്ങനത്തെ വേർഡ്സ് വരും. അപ്പോൾ ഈ വേർഡ്സൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സബ്ജക്റ്റിൻ്റെ പാർട്ടങ്ങ് ഇഗ്നോർ ചെയ്യുക. അതായത് അതിനെ എന്നിട്ട് സിംഗുലർ വേർബാക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. സിംഗുലർ സബ്ജക്റ്റ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യുക, സിംഗുലർ വേർബായിട്ട് കൺസിഡർ ചെയ്യുക. എക്സാമ്പിൾ നോക്കിക്കോ. ദ പൊളിറ്റീഷ്യൻ അലോങ് വിത്ത് ദ ന്യൂസ് മാൻ ഈസ് എക്സ്പെക്റ്റഡ് ഷോർട്ട്ലി. അപ്പോൾ ഇവിടെ പൊളിറ്റീഷ്യനാണ്. വേർബ് വരുന്നതോ എക്സ്പെക്റ്റഡ് എന്ന് പറയുന്ന വേർഡാണ് വേർബ് വരുന്നത്. ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്തത് ഏതാ? അലോങ് വിത്ത് എന്നുള്ള വേർഡാണ് ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്തത് അല്ലേ. സബ്ജക്റ്റിനെ വേർബിനെ സെപ്പറേറ്റ് ചെയ്തത് അലോങ് വിത്ത് എന്നുള്ള വേർഡല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. എല്ലാം ഇഗ്നോർ ചെയ്തിട്ട് സബ്ജക്റ്റ് സിംഗുലർ ആക്കി എടുക്കുക. അപ്പോൾ സിംഗുലർ ഫോം ഓഫ് ദി വേർബ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുക. വേറെ എക്സാമ്പിൾ നോക്കിക്കോ. എക്സൈറ്റ്മെൻറ്റ് ആസ് വെൽ ആസ് നെർവസ്നെസ് ഇസ് ദ കോസ് ഓഫ് ഹർ ഷേക്കിംഗ്. ഇവിടെ എക്സൈറ്റ്മെൻറ്റും കോസാണ് വേർബ്. അപ്പോൾ എക്സൈറ്റ്മെൻറ്റിൽ രണ്ടിൻ്റെയും നടുക്ക് ഏതാ വന്നത്? ആസ് വെൽ ആസ് എന്നുള്ള വേർഡ് വന്നപ്പം നമ്മൾ എന്താക്കണം? ഇവിടെ സിംഗുലർ ഫോം ഓഫ് ദി വേർബ് ആയിരിക്കണം യൂസ് ചെയ്യുക. ഇതിന് എക്സൈറ്റ്മെൻറ്റിനെ സിംഗുലർ സബ്ജക്റ്റ് ആക്കി എടുക്കുക, ബാക്കിയുള്ളത് സിംഗുലർ ഫോം ഓഫ് ദി വേർബ് ആയിരിക്കും യൂസ് ചെയ്യുക. ഒന്നുമില്ല, അലോങ് വിത്ത് ആസ് വെൽ ആസ് ബിസൈഡ്സ് നോട്ട് എന്നൊക്കെ വരികയാണെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് ആക്കി എടുക്കുക, പിന്നെ സിംഗുലർ ഫോം ഓഫ് ദി വേർബ് യൂസ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇനി പാരന്തസിസ് വരുമ്പോൾ, അതായത് സബ്ജക്റ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ പാരന്തസിസിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ട. നമ്മൾ ജസ്റ്റ് ആ ഫ്രണ്ടിലുള്ള ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള വേർഡ് ഏതാണെന്ന് നോക്കുക, സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക. പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ, സിംഗുലർ ആണെങ്കിൽ സിംഗുലർ. അപ്പം ഇവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത് ജോ, എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആൻഡ് ഹിസ് ട്രസ്റ്റി മട്ട് വാസ് ഓൾവേസ് വെൽക്കം. അപ്പോൾ ആൻഡ് ഹിസ് ട്രസ്റ്റി മട്ടിനെ നമ്മൾ ഒഴിവാക്കി ജോ പ്ലൂറൽ ആയതുകൊണ്ട് ജോ സിംഗുലർ ആയതുകൊണ്ട് വാസ് സിംഗുലർ സബ്ജക്റ്റ്, സിംഗുലർ വേർബ്. ഓക്കെ, ഇനി ഹിയർ ഓർ ദെയർ എന്നുള്ളത് സെൻറ്റൻസിൻ്റെ ഫ്രണ്ടിൽ വന്നാൽ, അതായത് സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ ഹിയർ ഓർ ദെയർ വന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ അത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യുക, സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വേർബ് യൂസ് ചെയ്യുക. എക്സാമ്പിളാണ് there are 4 hurdles to jump. ഇവിടെ there ആണ് സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ വന്നത് അല്ലേ. പിന്നെ 4 hurdles ആണ്, അതായത് 4 hurdles ഉണ്ട്.
അപ്പോൾ 4 ഹേർഡിൽസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ അവിടെ പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ്, അതായത് 6 ആയിരിക്കും യൂസ് ചെയ്യുക. വേറെ എക്സാമ്പിൾ നോക്കിക്കോ. ദെയർ ഈസ് എ ഹൈ ഹേർഡിൽ ടു ജംപ്. അതായത് ഇവിടെ ഹൈ ഹേർഡിലാണ്, എ ഹൈ ഹേർഡിൽ, അതായത് സിംഗുലർ സബ്ജക്റ്റാണ്, അതുകൊണ്ട് നമ്മൾ സിംഗുലർ വെർബ്. അപ്പോൾ ഇവിടെ ഈസ് എന്ന് പറയുന്ന വെർബ് യൂസ് ചെയ്യും. ഇനി ഹിയർ ആർ ദ കീസ്. കീസ് പ്ലൂറൽ ആയതുകൊണ്ട് ആർ എന്നുള്ള പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ് നമ്മൾ യൂസ് ചെയ്യും. ഇനി നമ്മൾ സിംഗുലർ വെർബ് വിത്ത് ഡിസ്റ്റൻസ് ഇസ് എ പീരീഡ് ഓഫ് ടൈം, സം ഓഫ് മണി, ഇതൊക്കെ വരികയാണെങ്കിൽ ഇതിനൊക്കെ ഒരു യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ സിംഗുലർ വെർബായിരിക്കും യൂസ് ചെയ്യുക. എക്സാമ്പിൾ നോക്കിക്കോ. 3 miles is too far to walk. ഇവിടെ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, 3 മൈൽ എന്ന് പറയുന്നത് ഭയങ്കര ഒറ്റ ഒരു ഇതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. 3 miles നമ്മൾ 1 2 3 എന്ന് പറയുന്ന എണ്ണമല്ല, 3 miles എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു കൺസിഡറേഷനിലാണ് പറയുന്നത്. അപ്പോൾ അവിടെ സിംഗുലർ വെർബായിരിക്കും യൂസ് ചെയ്യുക. സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് 3 milesനെ എടുക്കുക. ഇനി വേറെ നോക്കിക്കോ. 5 years is maximum sentence for an offence. ആ ഒഫൻസിൻ്റെ ഇതിൽ 5 years എന്നാണ് പറയുന്നത്. അപ്പോൾ 5 years നമ്മൾ എണ്ണി പറയുകയല്ല, ജസ്റ്റ് ഒരു വേർഡ് പോലെ പറയുമ്പോൾ അത് സിംഗുലറാണ്. അപ്പോൾ സിംഗുലർ വെർബായിരിക്കും യൂസ് ചെയ്യുക. $10 is a high price to pay. ഇതും അതുപോലെ തന്നെ. പക്ഷേ $10 were scattered on the floor. ഇവിടെ നമുക്ക് $10 $10 എന്നുള്ളത് എണ്ണി എടുക്കാൻ പറ്റും. നിലത്ത് വീണ $10 എന്ന് പറയുന്നത് എണ്ണി എടുക്കാൻ പറ്റും. അപ്പോൾ $10 നിലത്ത് വീണെന്ന് പറഞ്ഞാൽ അത് പ്ലൂറൽ അല്ലേ. അപ്പോൾ നമ്മൾ പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ് വേണം യൂസ് ചെയ്യാം. പറയുന്നതിൽ നമ്മൾ ഒറ്റ സിംഗിൾ യൂണിറ്റ് ആണോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ്, പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ്. എക്സാമ്പിൾസ് നോട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് എ ലോട്ട്, എ മെജോറിറ്റി, സം, ഓൾ, ഇങ്ങനത്തെ ഒക്കെ പോർഷൻസ് വരികയാണെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് വരുന്ന നൗൺ ഏതാണെന്ന് നോക്കുക. നൗണ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യുക, സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ ആണെങ്കിൽ എ ലോട്ട് ഓഫ് ദ പൈ ഹാസ് ഡിസപ്പിയർഡ്. ഇപ്പോൾ ഇവിടെ ഹാസ് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. എ ലോട്ട് ഓഫ് ദ പൈ സ്പേസ് ഡിസപ്പിയർഡ് എന്ന് പറയുമ്പം ഹാസ് ഓർ ഹാവ് ആണോ ഫില്ല് ചെയ്യാമെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇവിടെ എന്ന് പറയുന്നത് പൈ ആണ് ഇവിടുത്തെ നൗൺ അല്ലേ. അപ്പോൾ പൈ എന്ന് പറയുന്നത് എന്താ, സിംഗുലർ ആണ്. അപ്പോൾ നമ്മൾ ഹാസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി എ ലോട്ട് ഓഫ് ദ പൈസ് ഹാവ് ഡിസപ്പിയർഡ് എന്ന് പറയുമ്പോൾ പൈസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ് വേണം യൂസ് ചെയ്യാൻ. അപ്പം പ്ലൂറൽ വരുമ്പോൾ ഏതാ, ഹാവ് ആയിരിക്കും വരിക. വേറെ എക്സാമ്പിൾ, എ തേർഡ് ഓഫ് ദ സിറ്റി ഈസ് അൺഎംപ്ലോയിഡ്. സിറ്റി എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, അപ്പോൾ സിംഗുലർ വെർബ്. ഇനി തേർഡ് ഓഫ് ദ പീപ്പിൾ ആണെങ്കിലോ, പീപ്പിൾ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്, അപ്പോൾ പ്ലൂറൽ വെർബ് ആർ യൂസ് ചെയ്യും. ഇനി ഓൾ ഓഫ് ദ പൈ ഈസ് ഗോൺ, ഓൾ ഓഫ് ദ പൈസ് ആർ ഗോൺ. ഈസ് ആറും വെച്ചിട്ടുള്ളത്. ഓക്കെ, പ്ലൂറൽ വരുമ്പം ആർ വരും, സിംഗുലർ വന്നപ്പം ഈസ് വന്നു. വേറെ ഇതാ, സം ഓഫ് ദ പൈ ഈസ് മിസ്സിങ്, സം ഓഫ് ദ പൈസ് ആർ മിസ്സിങ്. ഇവിടെ അത് തന്നെ തൊട്ട് ഫ്രണ്ടിലുള്ള നൗൺ ഏതാണെന്ന് നോക്കുക. നൗണ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് യൂസ് ചെയ്യുക. നൗണ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യുക. ബേസിക് റൂൾ അത് തന്നെയാണ് എല്ലാ കണ്ടീഷനിലും. ഇപ്പം പക്ഷെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം ഏതാണ് നൗൺ ഏതാണ് വെർബ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അവിടെയാണ് നമുക്ക് കൺഫ്യൂസ്ഡ് ആയി പോകുക. അപ്പം ഇതൊക്കെ നോട്ട് ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഇനി കളക്റ്റീവ് നൗൺസ് വരുമ്പം, കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത് ഗ്രൂപ്പാണ്. അതായത് ഗ്രൂപ്പ് വരും, ജൂറി, ഫാമിലി, ഓഡിയൻസ്, പോപ്പുലേഷൻ. അപ്പം നമ്മൾ കളക്റ്റീവ് വരുമ്പം എങ്ങനെയാണ് എന്താണ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. All of my family has arrived or have arrived. ഇവിടെ നമ്മൾ റൈറ്റേഴ്സിൻ്റെ ഇൻറ്റൻറ്റ്, അതായത് തന്നിരിക്കുന്ന എഴുത്തുകാരൻ്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം. നമ്മളിപ്പം എന്താ പറയുക, യൂഷ്വലി നമ്മൾ ഒരു ഗ്രൂപ്പിന് പറയുമ്പം അതിനെ സിംഗിളായിട്ടാണ് കൺസിഡർ ചെയ്യുക അല്ലേ. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സിംഗിളായിട്ടാണ് കൺസിഡർ ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മളവിടെ സിംഗിൾ വെർബ് യൂസ് ചെയ്യും.
ഇനി അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർ എന്തെങ്കിലും ചെയ്യുകയാണ്, സപ്പോസ് ഈറ്റിംഗ് ആണെങ്കിൽ ഫുഡ് കഴിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫീലിംഗ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ പ്ലൂറൽ വേർബായിരിക്കും യൂസ് ചെയ്യുക. ഇവിടെ ഓൾ ഓഫ് മൈ ഫാമിലി ഹാസ് അറൈവ്ഡ് എന്ന് വരും, അതുപോലെ ഓൾ ഓഫ് മൈ ഫാമിലി ഹാവ് അറൈവ്ഡ് എന്നും വരും. അതായത് ഫാമിലി ടോട്ടലി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിംഗിളാക്കി എടുക്കും. ഇനി ആ ഫാമിലിയിലുള്ള ഓരോ ഇൻഡിവിജ്വലിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹാവ് അറൈവ്ഡ് എന്ന് വരും. ആസ് എ ഹോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിംഗിളായിരിക്കും. ഇനി ആ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് പ്ലൂറലായിരിക്കും വരിക. എക്സാമ്പിൾ വേറെ ഞാൻ പറഞ്ഞുതരാം. ദ കമ്മിറ്റി ഹാവ് ആസ്ക്ഡ് ഫോർ സാൻഡ്വിച്ചസ് ഫോർ ലഞ്ച്. അപ്പോൾ ഇവിടെ സാൻഡ്വിച്ചസ് കമ്മിറ്റി ചോദിച്ചു എന്നാണ്, അതായത് ഓരോരുത്തർക്ക് ഓരോ സാൻഡ്വിച്ച് വേണമല്ലോ, അപ്പോൾ അവിടെ പ്ലൂറലായിരിക്കും. ഇനി ദ കമ്മിറ്റി ഹാസ് അറൈവ്ഡ് എന്ന് പറയുമ്പോൾ ഒരു കമ്മിറ്റി മൊത്തത്തിൽ വന്നു, പക്ഷേ അവർക്ക് സാൻഡ്വിച്ച് വേണം. അപ്പോൾ ഒരു കമ്മിറ്റി എന്ന് പറയുമ്പോൾ അത് സിംഗിളാണ്, അവർക്ക് സാൻഡ്വിച്ച് വേണമെന്ന് പറയുമ്പോൾ പ്ലൂറലാണ്. ഒന്നുകൂടി പറയാം, ഒരു കമ്മിറ്റി വന്നു, അത് സിംഗിളാണ്, പക്ഷേ അവർക്ക് സാൻഡ്വിച്ച് വേണം. അപ്പോൾ അവരെന്ന് പറയുമ്പോൾ എന്താ, പ്ലൂറലല്ലേ, അപ്പോൾ പ്ലൂറൽ വേർബായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ രണ്ടും ഒരു ഗ്രൂപ്പിനെ ഒന്നായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിംഗിളായിരിക്കും. ഇനി ആ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരെയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലൂറലായിരിക്കും വരിക. ഓക്കെ, ഇപ്പം മനസ്സിലായി വിചാരിക്കുന്നു. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നെറ്റിൽ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക കേട്ടോ, അപ്പം മനസ്സിലാവും. ഇനി എന്തെങ്കിലും ഒരു വിഷ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ പ്ലൂറലായിരിക്കും യൂസ് ചെയ്യുക. നോക്കിക്കോ, ഇഫ് ജോ വെയർ ഹിയർ യു വുഡ് ബി സോറി. ജോ എന്ന് പറയുന്നത് ഒരു സിംഗിളാണ്, പക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ് അല്ലേ, അപ്പോൾ വിഷ് ചെയ്യാണ്, അപ്പോൾ നമ്മളവിടെ പ്ലൂറലായിരിക്കും യൂസ് ചെയ്യുക. ഇനി ഐ വിഷ് ഇറ്റ് വർ ഫ്രൈഡേ, ഷീ റിക്വസ്റ്റഡ് ദാറ്റ് ഹി റേസ് ഹിസ് ഹാൻഡ്. അപ്പോൾ ഇതൊക്കെ പ്ലൂറലായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഓരോ സ്ലൈഡിലും അതിൻ്റെതായ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആദ്യം നോട്ട് ചെയ്യുക, എന്നിട്ട് മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. ഇനി കൂടുതൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മതി. പ്രീവിയസ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നെറ്റിൽ ഇഷ്ടംപോലെ ഡൗൺലോഡ്സ് ഉണ്ട്, കിട്ടും, എക്സാമ്പിൾസ് ഉണ്ട്, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്താൽ മതി. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. സോ ഇതോടെ നമ്മുടെ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കാണുക. അപ്പോൾ ഇത്രേ ഉള്ളൂ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ഡെയിലി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, പ്ലേലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ അത് കമൻസിൽ അറിയിക്കുക. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.